Welcome to a new video from STK Edits. Hi guys, വ്ളോഗ് തുടങ്ങുന്ന മുമ്പ് ചെറിയൊരു കാര്യം ഒന്ന് പറയട്ടെ. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് സ്റ്റീവൻസ് ഫസ്റ്റ് ബർത്ത്ഡേ, അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട്, നിങ്ങൾ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട്, ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഇനി മുന്നോട്ടും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ വ്ളോഗിനകത്ത് ഞങ്ങൾ ആ ബർത്ത്ഡേ സെലിബ്രേഷന് വാങ്ങിച്ച സാധനങ്ങൾ, അതിൻ്റെ കേക്ക്, പിന്നെ അതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ഏതൊക്കെ ഷോപ്സിൽ നിന്നാണ് അതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് എല്ലാം ഇൻസ്റ്റാഗ്രാം ലിങ്കാണ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അത് ശരിക്കും ഇവിടെ ബഹറിനുള്ളവർക്ക് പലർക്കും ആ ഒരു ഷോപ്സ് അറിയാം, പക്ഷേ അറിയാത്തവർക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ബിക്കോസ് ഞങ്ങളായിട്ട് തന്നെ ഡെക്കറേഷൻസ് തന്നെ ചെയ്താണ്. അത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റോ ഒരിടത്തും പോയിട്ടില്ല, തന്നെ ചെയ്തു. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. Bahrain, the site of the Dilmun civilization and now officially the Kingdom of Bahrain. The island comprises of 51 natural islands and an additional 33 artificial islands centered around Bahrain Island, which makes up around 83% of the country's land mass. The country is situated between the Qatari Peninsula and the northeastern coast of Saudi Arabia. Manama is the capital city. Sheikh Hamad bin Isa bin Salman Al Khalifa is the king of Bahrain, and Sheikh Salman bin Hamad bin Isa Al Khalifa is the crown prince and prime minister of the kingdom of Bahrain. 16th of December we celebrate the National Day of Bahrain. We, the Bahrainese and expatriates, celebrate together. ഇന്ന് 16th December ഫയർ വർക്ക്സ് ഉണ്ട്. ഇന്ന് ഫയർ വർക്ക്സ് നടക്കുന്നത് ബഹ്റിൻബേയിലാണ്. ഞങ്ങൾ ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ബേസിക്കലി ഫയർ വർക്ക്സ് 7:30 PM, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് 6 o'clock. അപ്പോൾ ലേറ്റ് എങ്ങനെ ആവും? ലേറ്റ് ആയെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ആ ബഹ്റിൻബേയുടെ സൈഡിലൊക്കെ നേരത്തെ 4:30-5 മണിയാകുമ്പോൾ സ്ഥലം പിടിച്ചു വെക്കും. ബിക്കോസ് അതുപോലെ ആളാ ഗൈസ്. ഞങ്ങളിപ്പോൾ ജുഫേർ വഴിയൊക്കെ കറങ്ങിയാണ് എങ്ങനെയെങ്കിലും ബഹ്റിൻബേയിൽ എത്താൻ നോക്കുന്നത്. കണ്ടോ, ഫുഡ് ട്രക്സൊക്കെ കണ്ടോ? ഇത് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നല്ല രസമാണ്, പക്ഷേ ഇപ്പോൾ വലിയ ആൾത്തിരക്കൊന്നുമില്ല. ബിക്കോസ് എല്ലാം തിരക്കങ്ങ് ബഹ്റിൻബേയിലാണ്. കണ്ടോ ഗൈസ്, വണ്ടികളുടെ തിരക്ക് കണ്ടു. ഞാനിതിപ്പം വണ്ടിക്കകത്തിരുന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഡാർക്കായിരിക്കും, ബിക്കോസ് എല്ലാവരും കൂടെ ഉണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ ഇച്ചിരി മ്യൂസിക് കിട്ടും. നിങ്ങൾ കണ്ടോ, ഈ ബഹ്റിൻബേയിലെ പാലത്ത് ഇത്രയും തിരക്ക് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വെച്ചാൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫയർ വർക്ക്സ് കാണാൻ വരുന്നത്. ബിക്കോസ് ഈ 5 വർഷവും ഞങ്ങൾക്ക് കരോളായിരുന്നു പള്ളിയിൽ. ഈ വർഷം കരോളും ഇല്ല, ഒന്നുമില്ല, നമ്മുടെ കൊറോണ കാരണം. ശരിക്കും നല്ല തിരക്കാണ് ഗൈസ്, നല്ല അടിപൊളി തിരക്ക്. എല്ലാവരും ഫയർ വർക്ക്സ് കാണാൻ വന്നിരിക്കുക. ഹായ് ഗൈസ്, ഇന്ന് 16th December ബഹ്റിൻ നാഷണൽ ഡേ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ബേസിക്കലി ഇന്ന് ഫയർ വർക്ക്സ് ഉണ്ട് ബഹ്റിൻ ബേ സൈഡിൽ, അത് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലൊക്കേഷൻ കിട്ടി നമ്മുടെ നോവോട്ടൽ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ തന്നെ കണ്ടോ ഇവിടുത്തെ തിരക്ക്. വണ്ടികൾ അങ്ങ് മൊഹറക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. ബേസിക്കലി അവന്യൂസ് ബഹ്റിൻ ബേയുടെ സൈഡിലാണ് വെടിക്കെട്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളൊരു സ്ലോപ്പ് നിന്നില്ലേ, ഒരു ബഹ്റിൻ ബേയുടെ പാലത്തിൻ്റെ അവിടെ സ്ലോപ്പ്, അവിടെ പോകാമെന്ന് വിചാരിച്ചാൽ. പക്ഷേ ഈ റോഡിൽ കൂടെയാണ് അവിടെ ചെല്ലേണ്ടത്. പക്ഷേ ഈ ട്രാഫിക് കണ്ടില്ല, ഒരു രക്ഷയില്ല. ആൾക്കാരെല്ലാം ഓരോ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക, എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും കാണുമെന്ന് വിചാരിച്ച്. ഒരു മിന്നായം പോലെ കാണാമായിരിക്കും, അല്ലെങ്കിൽ നല്ലതായിട്ട് ഫയർ വർക്ക്സ് കാണാം. ആ പാലത്തെ കണ്ടില്ല, പാലത്തും നിറച്ച് വണ്ടികളാണ്. ഇതുവരെ ഇത്രയും വണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബഹ്റിൻ ബേയുടെ പാലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. എല്ലാവരും ഫയർ വർക്ക്സ് കാണാൻ വന്നേക്കുക. ഇന്നലെ 15th ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ റിഫായിലായിരുന്നു. പിന്നെ മദിനത്ത് സൽമാനിലും അവിടെ പോയില്ല. ഇന്ന് ബഹ്റിൻ ബേയിലും ആണ് വെടിക്കെട്ടുള്ളത്.
ശരിക്കും ഒരു ബോട്ട് ജെട്ടി ഏരിയ ആണ്. ഇവിടെയും വാക്ക് ഇത് ആ കാണുന്ന ബുസൈത്തീൻ സൈഡാണ്. അതാണ് മൊഹറക്കിൻ്റെ ഒരു ബുസൈത്തീൻ്റെ പാലമാണ്. ആ പാലത്തിൽ നിറച്ച് വണ്ടികളാണ്. ബിക്കോസ് ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും നമുക്ക് നേരെ ബഹ്റിൻബേയുടെ ഭാഗത്തോട്ട് പോവാം. ബേസിക്കലി 7:30ക്കാണ് ഇത് ഫയർ വർക്ക്സ് പറഞ്ഞേക്കുന്നത്. 7:30 ആകാറായി. ഇവിടെ ഈ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. എൻ്റെ ഫാമിലി അവിടെ സീറ്റിംഗ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് പ്ലാസ്റ്റിക് കസാരയോ ഒരു സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്ന് റോഡ് സൈഡിൽ ഇരിക്കുക. വേറെ ഒരു വഴിയും ഇല്ല. 16ഉം 17ഉമാണ് ബേസിക്കലി നാഷണൽ ഡേനും അസെഷൻ ഡേയുടെ അവധിയുള്ളത്. പിന്നെ ഈ 16ഉം 17ഉമാണ് എപ്പോഴും ഫയർ വർക്ക്സ് വരാറ്. ഈ പ്രാവശ്യം ആദ്യമായിട്ട് 15നും 16നുമാണ് ഫയർ വർക്ക്സ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ പുതിയ പ്രൈം മിനിസ്റ്ററും കൂടെ കയറിയിട്ടുണ്ട്. നമ്മുടെ ക്രൗൺ പ്രിൻസ് തന്നെ പ്രൈം മിനിസ്റ്റർ ആയത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ബഹ്റിൻ്റെ സകലയിടത്തും നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്കിനി ഓരോ വീഡിയോയിലും ലൈറ്റിങ്സ് ഒക്കെ കാണാം. ഞാൻ ലൈറ്റിങ്ങിൻ്റെ തുടക്കത്തിന് സമയത്ത് കുറച്ച് വീഡിയോസ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പോവാം. ഈ 16th 17th ഡിസംബറിന് വേണ്ടി ഒരു ആഴ്ച മുമ്പ് തന്നെ ഇവർ ഡെക്കറേഷൻസ് ഒക്കെ അങ്ങ് ഇടാൻ തുടങ്ങും. സകല മരത്തേലും പിന്നെ വാക്ക് വേസിൽ ഗാർഡൻസിൽ എല്ലാം നല്ല രീതിയിൽ ഒരു വൈറ്റ് ആൻഡ് റെഡ്, അതാണല്ലോ നമ്മുടെ ഫ്ലാഗ്, ബഹ്റിൻ ഫ്ലാഗ്, അതനുസരിച്ചുള്ള ലൈറ്റിംഗ് ചെയ്യും. നല്ല രസമാണ്. ചിലയിടത്തൊക്കെ പോയ ഒരുമാതിരി കല്യാണത്തിൻ്റെ ഈ കല്യാണപ്പന്തലില്ലേ അതുപോലെ ഇരിക്കും ലൈറ്റിംഗ് ഒക്കെ. ഞാനിപ്പോൾ കാണിക്കുന്ന ഒന്നുമില്ല കേട്ടോ, ഇനിയുണ്ട്. ഇനി നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ ഇതുപോലത്തെ ഈ ലൈറ്റിംഗ് ഒക്കെ കാണാം. ഈ ഒരു മാസം, ഈ ഡിസംബർ മാസം മൊത്തം ലൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഏരിയയിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് ജസ്റ്റ് സെൽഫിയൊക്കെ എടുക്കാൻ അവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഈ ഞാൻ പോലും എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം എൻ്റെ ഇൻലോസൊക്കെ വന്നപ്പോൾ അവരോടെയൊക്കെ ഞാൻ പോയി എടുത്തിട്ടുണ്ട്. ഈസ ടൗണിലും മൊഹറക്കിലൊക്കെ നല്ല രീതിയിലാണ് ഇവർ ഈ ലൈറ്റിംഗ് വെച്ച് ഡിസൈനിങ് ചെയ്യുന്നത്. കണ്ടോ, ഐ ലവ് ബഹ്റിൻ്റെ ലവ് സൈനൊക്കെ വെച്ച് ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാനൊക്കെ നല്ലൊരു വൈബാണ്. പിന്നെ റോഡ് സൈഡിലെ മരങ്ങളിലൊക്കെ എല്ലാം ലൈറ്റിംഗ് ചെയ്യും. കഴിഞ്ഞ വർഷമൊക്കെ ബ്ലൂയിഷ് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എല്ലാം ഗോൾഡും റെഡും വൈറ്റും അതാണ് കൂടുതലും കണ്ടത്. ഇനിയും കുറേ കാണാൻ കിടക്കുന്നുള്ളൂ അങ്ങ് റിഫ സൈഡിലും എല്ലാം. ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. പിന്നെ എല്ലാവരും പലരും ബിൽഡിങ്സിലും, ഇത് നമ്മുടെ അവിടുത്തെ ബോട്ട് ജെട്ടിയാണ്, ആ ബോട്ട് ജെട്ടിയുടെ മൊഹറക് ബോട്ട് ജെട്ടി, ആ ബോട്ട് ജെട്ടി അവിടെ ബിൽഡിങ്സിലൊക്കെ ലൈറ്റൊക്കെ ഇടും. അതുപോലെ തന്നെ ബാങ്ക്സിലും, സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റിൻ, അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. അവിടെയൊക്കെ നല്ല ലൈറ്റിംഗ് ആണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഫയർ വർക്ക്സുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഒരു സൈഡിൽ ആദ്യമായിട്ട് ഞാൻ നിൽക്കുന്നത് ഈ ഒരു റോഡ് സൈഡിൽ തന്നെ. ബേസിക്കലി ഈ വഴി കൂടെ ഹൈവേ കൂടെ ഒക്കെ പാസ് ചെയ്യാറേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. ഈ പോകുന്ന വണ്ടികളെല്ലാം അവിടെ ജാമായി കിടക്കുക. ബേസിക്കലി അത് ഡിപ്ലോമാറ്റ് ഏരിയയിൽ നിന്ന് ബഹ്റിൻബേയിലോട്ട് പോകുന്ന ബ്രിഡ്ജിൽ അവിടെ എല്ലാം ബ്ലോക്കായി കിടക്കുക. ഇനിയും ഈ വണ്ടികളെല്ലാം ഇനി തിരിച്ച് വരുമ്പോൾ, ഈ റോഡിൽ കൂടെ വരുമ്പോഴും അല്ലെങ്കിൽ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് എല്ലാം നല്ല ബ്ലോക്കായിരിക്കും. ഇത് ബേസിക്കലി എല്ലാം വർഷത്തെ ഉള്ളൊരു സീനായത്. എന്തായാലും റോഡ് സൈഡിൽ അവിടെ ഫയർ വർക്ക്സിന് വേണ്ടി വായം പൊളിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഈ കാറ്റത്ത്, ഈ നല്ല തണുത്ത കാറ്റത്ത് പക്ഷേ ചൂട് കാപ്പി കുടിച്ചാലോ. മമ്മി വീട്ടിൽ നിന്ന് കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചൂട് കാപ്പിയും കുറിക്കാൻ കുറച്ച് മിക്സറും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഫയർ വർക്ക്സ് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. തിരക്ക് കണ്ടോ ഗൈസ്, വണ്ടികളെല്ലാം ജാമായി കിടക്കുക. എമർജൻസി ലേനിൽ പോലും ആൾക്കാർ പാർക്ക് ചെയ്ത് അങ്ങ് അവിടെ കിടക്കുക ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി. ഈ പാലത്തിൽ ഞാൻ പറഞ്ഞില്ല മുമ്പ്, ഇത്രയും വണ്ടികളെ ഇതുവരെ കണ്ടിട്ടില്ല. പാലാരിവട്ടം പാലം അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ നോവോട്ടൽ ഹോട്ടലിന് മുമ്പിലാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ലേശം ബാക്കിലോട്ടൊന്ന് മാറി. അവിടെ ഒരു സ്ലാബ് ഉണ്ട്. അപ്പോൾ അതേ വേണമെങ്കിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. എല്ലാവരും ഇരിക്കുക ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ഫയർ വർക്ക്സ്. ഓക്കെ, ഇറ്റ്സ് 7:30 PM. ലെറ്റ്സ് വാച്ച് ദ നാഷണൽ ഡേ ഫയർ വർക്ക്സ്. ദേ, അടിപൊളി, എന്ത് നിറങ്ങളാന്ന് നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇത് വളരെ ചെറുതായിട്ട് തോന്നുന്നുള്ളൂ. പക്ഷേ പലരും, ഞാൻ ഇൻസ്റ്റാഗ്രാം വീഡിയോസും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടായിരുന്നു പലരും വീഡിയോ ഇട്ടേക്കുന്നത്. അവരുടെ മുമ്പിൽ, അവർ നേരെ മുന്നിൽ പോയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് വളരെ വലുതായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് ഇവിടുന്ന് കാണാനും നല്ല രസമാണ്. ബേസിക്കലി ആ രണ്ട് ബിൽഡിങ്സൊക്കെ നമ്മുടെ വില്ലാമാറും ബഹ്റിൻ ഫിനാൻഷ്യൽ ഹാർബറും ഡിപ്ലോമാറ്റിക് ഏരിയയിൽ നിന്ന് കാണുമ്പോൾ ആ ബിൽഡിങ്സിൻ്റെ ഇടയ്ക്കൂടെ നല്ല രസമാണ് ശരിക്കും കാണാൻ.
ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈവായിട്ട് കാണാനാണ് ഏറ്റവും ബെസ്റ്റ് വീഡിയോസിനെക്കാട്ടിലും. ഓ കിടു എന്ത് കളർ, നല്ല പൊളിയായിട്ടുണ്ട്. ബേസിക്കലി നേരത്തെ എൻ്റെ കൊച്ചിലെയൊക്കെ മറീന ബീച്ചിലായിരുന്നു ഈ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുക. ആ സമയത്തൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും കാണും, 2 ഫേസ് ആയിട്ടാണ്, ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ വെച്ച്. ഇങ്ങനെ ഓരോ ഫയർ ബോൾസ് പോലത്തെ ഫയർ വർക്ക്സ് മാത്രമല്ല, അന്നത്തെ രാജാവിൻ്റെ പടം വരെ ഫയർ വർക്ക്സിൽ കാണിക്കുമായിരുന്നു. ഫയർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഈ ലൊക്കേഷൻ വന്ന് നിന്നത് കറക്റ്റായിട്ടാണ്. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഈ ലൊക്കേഷനിൽ നിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ ബിൽഡിങ്ങുകളുടെ ലൈറ്റും പിന്നെ ഈ ഫയർ വർക്ക്സും പൊളിയായിട്ടുണ്ട്. ഇവിടുന്ന് ഇത്രയും ക്ലിയർ ആയിട്ട് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്നത് വെറുതെ ആയില്ല കേട്ടോ. എല്ലാവരും വണ്ടി പതുക്കെ റോഡിൽ തന്നെ നിൽക്കുക. സൈക്കിളുകാരൊക്കെ വന്ന് കാണുന്നുണ്ട്. മിക്കയിടത്തും ഞങ്ങളിപ്പം മുമ്പേ ഇവിടെ വന്നപ്പോൾ വലിയ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം മുമ്പിൽ തന്നെ എല്ലാ വണ്ടികളുണ്ട്. സൗണ്ട് ആൻഡ് വീഡിയോ ക്ലാരിറ്റിക്ക് പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ആ പാലത്തിലുള്ള വണ്ടികളെല്ലാം പാലത്തെ തന്നെ അവർ പാർക്ക് ചെയ്തിട്ടേക്കോ. പക്ഷെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും അവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. വണ്ടികൾ വളരെ പതുക്കെയാണ് പോകുന്നത്. എല്ലാവരും ഫയർ വർക്ക്സ് കണ്ടുപോവുക. എന്തായാലും ഫയർ വർക്ക്സ് നടക്കുന്ന ആ ഭാഗത്തോട്ടേ പോകാൻ പറ്റത്തില്ല, വണ്ടികളെല്ലാം ജാമാണ്. ഇപ്പോൾ പതുക്കെ കലാശക്കോട്ട തുടങ്ങി കേട്ടോ. ഈ മേളിൽ വരുന്ന ഫയർ വർക്ക്സേ നമുക്ക് ശരി കാണാൻ പറ്റുന്നുള്ളൂ. ഇച്ചിരും കൂടെ ഒരു മീഡിയം റേഞ്ചിൽ താഴെ നടക്കുന്നുമുണ്ട്. എനിവേസ് ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സെൽഫി എടുക്കാമെന്ന് വെച്ചു, പക്ഷേ അത് വീഡിയോ ആയി മാറി. ബഹ്റിൻ ഫോർമുല 1 റേസിലൊക്കെ ഇതുപോലത്തെ ഫയർ വർക്ക്സ് നടക്കും. അതും കാണാൻ നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഈ ഫയർ വർക്ക്സ് ഒന്ന് കാണാൻ പറ്റുന്നത്. ബിക്കോസ് ഈ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഇത് കരോളൊക്കെ നടക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വർഷം 16-ാം തീയതി കരോളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഈ ഫയർ വർക്ക്സ് കാണാനേ പറ്റിയില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം കരോളൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഈ പാൻഡമിക് പാൻഡമിക് സിറ്റുവേഷൻ കാരണം. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ ഫയർ വർക്ക്സ് എങ്കിലും ഒന്ന് കാണാൻ പറ്റും. ശരിക്കും ഫയർ വർക്ക്സിൻ്റെ വെടിക്കെട്ട് സൗണ്ടൊന്നും എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ വളരെ ദൂരെയാണ് നിൽക്കുന്നത്. ശരിക്കും ഫയർ വർക്ക്സിൻ്റെ നല്ല കളർഫുൾ ഫയർ ബോൾസേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. സാംസങ് നോട്ട് 20 അൾട്രയിൽ നല്ല സൂമിംഗ് ഉണ്ട്. 20x സൂമിലാണ് ഞാനിപ്പോൾ ഈ ഫയർ വർക്ക്സ് എടുക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതിപ്പം ഫുള്ളി ഇതിൻ്റെ അടുത്തായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നല്ലതായിട്ട് സൂം ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. 20x സൂമിലാണ് ഇപ്പോൾ സൂം ഔട്ട് ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന പെരുന്നാളിലൊക്കെ കാണുന്നതിൻ്റെ അത്രയൊന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ ഇതൊക്കെ വലിയ കാര്യം. വർഷത്തിൽ ഒരിക്കലേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നാട്ടിലൊക്കെയാണ് ഏതെങ്കിലും പെരുന്നാളിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ഇഷ്ടംപോലെ ഫയർ വർക്ക്സ് കാണും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു 16th 17th ഡിസംബർ ആ സമയത്താണ് ഫയർ വർക്ക്സ് ഉള്ളത്, സ്പെഷ്യലി നാഷണൽ ഡേക്ക് വേണ്ടി. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബഹ്റിൻ ഫോർമുല 1 റേസിലും ഫയർ വർക്ക്സ് ഉണ്ട് ഫിനാലയുടെ ദിവസം. ആ ഭാഗത്തെല്ലാം ഫുൾ ബ്ലോക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൈസ്, ഡിസംബർ മന്ത് ബഹ്റിനിൽ നിൽക്കുന്നത് സൂപ്പറാണ്. നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്, അസലൊരു ക്രിസ്മസ് സീസണാണ്. പിന്നെ ഈ നാഷണൽ ഡേയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഈ ബഹ്റിൻ മൊത്തം ഫുൾ ലൈറ്റിംഗ് ആയിരിക്കും. ആ ലൈറ്റിംഗ് ഒക്കെ ഒരു ജനുവരി, ഒരു ന്യൂ ഇയർ വരെ കാണും. അവിടെ നല്ല രസമുള്ള ടൈമാണ്, സ്പെഷ്യലി ഡിസംബർ സീസൺ. ആൾക്കാരെല്ലാം കൂടി ഏകദേശം 10 മിനിറ്റോളമായി ഫയർ വർക്ക്സ് തുടങ്ങിയിട്ട്. എല്ലാവരെ പോലെ ഞങ്ങളും ഇങ്ങനെ മാറി നിന്ന് കാണുക. നല്ല തണുപ്പുമുണ്ട്. ഈ തണുപ്പത്ത് ഇങ്ങനെ ഇത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാവരും. സ്റ്റീവൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റേ ഉള്ളൂ. സ്റ്റീവൻ
കണ്ടോ ഗായ്സ്, വണ്ടികളെല്ലാം തിരിച്ചു വരുന്നത് കണ്ടോ. ഇപ്പോൾ ഇത്ര നേരം ഈ റോഡ് ഫുള്ള് വേക്കൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ റോഡ് ഫുൾ ബ്ലോക്ക് ആവും കണ്ടോ. അപ്പുറത്തുനിന്ന് വന്ന വണ്ടികളെല്ലാം യൂ ടേൺ എടുത്ത് ഈ വഴി വരിക, നിറച്ച് ബ്ലോക്കാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ രീതിയിൽ റോഡ് എങ്ങനെയായിരുന്നു അതുപോലെ ഇപ്പോൾ ഈ സൈഡിലും ആവും. ആ സൈഡിലോട്ടെല്ലാം വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്ലോക്ക് ആവും. ഫയർ വർക്ക്സ് കഴിഞ്ഞോന്ന് അറിയത്തില്ല കേട്ടോ. ഈ ഫയർ വർക്ക്സ് കഴിഞ്ഞെന്ന് വിചാരിച്ച പോകാമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ശരിക്കും 10 മിനിറ്റേ ഉള്ളായിരുന്നു അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിപ്പം വണ്ടി തിരിക്കുകയാണ് അടുത്ത ലൊക്കേഷനിലോട്ട്. പറഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ പണ്ടൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സെറ്റ് പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് വെച്ചിട്ടായിരുന്നു അടുത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കൊറോണ ടൈം ആയതുകൊണ്ട് കുറച്ച്, പിന്നെ അതുപോലെ ആൾക്കാരെല്ലാം കൂടുമല്ലേ പുറകിലത്തെ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാമല്ലോ ട്രാഫിക്ക്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് അവർ നിർത്തിയായിരിക്കും ഓൺലി 10 മിനിറ്റ്സ്. എനിവേ കണ്ടത് നന്നായിരുന്നു. വണ്ടിയുടെ ജനൽ വഴി കൈ വെളിയിലിട്ട് ഗോപ്രോ ക്യാമറ വഴിയാണിത് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ ഈ ട്രാഫിക് ജാം കണ്ടോ. ഇവരൊക്കെ ഇനി എപ്പോൾ വീട്ടിൽ ചെല്ലാനാ? ഇതുപോലെ ട്രാഫിക് ജാം ഒക്കെ ഇതുപോലത്തെ ഒക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇത്രയും ജാം കേട്ടോ. അല്ലാത്തുള്ള നാച്ചുറൽ ട്രാഫിക് ജാം ഒക്കെ ഉണ്ടാകാറുണ്ട് എല്ലാം വീക്കെൻഡ്സിലും ഈവനിങ്സിലും. പക്ഷേ ഇത് ഈ ഒരു ഫയർ വർക്ക്സിന് വേണ്ടി മാത്രമായിട്ടുണ്ടായ ഒരു ട്രാഫിക് ജാമാണ്. സത്യം പറഞ്ഞാൽ ഈ ബഹ്റിൻ ബേയിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഒരു 10 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ട്രാഫിക് ജാം കാരണം ശരിക്കുള്ള വഴി കൂടെ പോകാൻ പറ്റിയില്ല. ഞങ്ങളങ്ങ് മൊഹറക്ക എയർപോർട്ട് വഴി ഹിദ് വഴി കറങ്ങിയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ.